വന്ദേഭാരതിലെ ഗണഗീത വിവാദത്തിൽ നടപടിയെടുത്തതിൽ രക്ഷിതാക്കൾക്ക് പ്രതിഷേധം. വിവാദം വേദനിപ്പിക്കുന്നതാണെന്ന് രക്ഷിതാവ് അശ്വതി പറഞ്ഞു. തങ്ങളുടെ മക്കൾ സന്തോഷത്തോടെ പാടിയ ഗാനത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു. സുരേഷ് ഗോപിക്കൊപ്പം യാത്ര ചെയ്തതിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടികളെന്നും അവരുടെ സന്തോഷമെല്ലാം നിമിഷനേരം കൊണ്ട് തകർത്തുവെന്നും രക്ഷിതാവ് പ്രതികരിച്ചു. ഇളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാവ് അശ്വതി നമുക്കൊപ്പം ചേരുന്നു. ഇത്തരത്തിൽ ഈ പാട്ട് ട്രെയിനിൽ കുട്ടികൾ പാടുന്നു, അത് വിവാദമാകുന്നു, അത് എങ്ങനെ അതിനെ എടുക്കുന്നു? അല്ല, ഞാൻ ചോദിക്കുന്ന ഇത് ഇത്രയും വിവാദമായി എടുക്കാൻ വേണ്ടി മാത്രം എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊരു ദേശഭക്തി ഗാനം മാത്രമാണ്. അതിലൊരു ജാതി പറയുന്നില്ല, മതം പറയുന്നില്ല, ഒരു മതത്തെയും അധിക്ഷേപിക്കുന്നുമില്ല. അതിൽ മുഴുവൻ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, വിവേകാനന്ദ സ്വാമികൾ എങ്ങനെ നമ്മുടെ രാജ്യത്തെ നമുക്ക് എങ്ങനെ ചെയ്തു തന്നു എന്നത് മാത്രമേ എനിക്കും ആ പാട്ട് കേട്ടപ്പോൾ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഇതൊരു ദേശഭക്തി ഗാനമായിട്ട് ഞങ്ങളൊക്കെ പാടിയിട്ടുണ്ട്, ഗ്രൂപ്പ് സോങ് ആയിട്ടൊക്കെ പാടിയിട്ടുണ്ട്. അന്നും ഇതിനൊന്നും ഇതുപോലെ ജാതി മതം അർത്ഥമൊന്നും ആരും കൊണ്ടുവന്ന് തരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും സ്കൂളുകളിൽ വെച്ചിട്ട് നമ്മളെ സ്കൂളിലെ ഒരു പ്രതിനിധീകരിച്ചിട്ട് ഇതുപോലത്തെ ഒരു വന്ദേ ഭാരത് ഒരു ട്രെയിൻ ആവുന്ന സമയത്ത് നമ്മളെ സ്കൂളിലെ മക്കൾക്ക് കിട്ടിയിട്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് മാനസികമായി സന്തോഷിച്ച ഒരു കാര്യമായിരുന്നു. നിങ്ങളിത് നെഗറ്റീവ് പറയുന്ന സമയത്ത് ആ വളരുന്ന കുഞ്ഞു മക്കളുടെ മനസ്സിലും ഇത് നെഗറ്റീവായിട്ടേ മാറത്തുള്ളൂ. കാരണം അവർ ചിന്തിക്കുന്നത് എന്താ, അല്ലെങ്കിൽ ആ കൊച്ചുങ്ങൾ ഉൾപ്പെടെയുള്ള ബാക്കി കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള ദേശഭക്തി ഗാനങ്ങൾ പാടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ വേറെ ഏതോ മതത്തിനോ അല്ലെങ്കിൽ വേറെ എന്തിനോ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളായി മാറും എന്നൊരു ചിന്താഗതി എല്ലാ മക്കളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നമ്മളിത് പാടിയ സമയത്ത് ഇത് നമ്മുടെ വേറെ ഹിന്ദുക്കളുടെ സോങ്ങാണ്, ഇത് RSSന്റെ പാട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടമായി. ഇതിലെ പാടിയ ചേച്ചിമാരൊക്കെ മോനോട് സംസാരിച്ചിരുന്നല്ലോ, അവർക്ക് വിഷമായോ ഇത് വിവാദമായപ്പോൾ? ഇന്ന് രാവിലെ കൂടി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അവരിത് ആഘോഷത്തോടെ റേവൽക്കാരും ചാനലുകാരും പറയാൻ പറഞ്ഞപ്പോൾ ഇതൊരു പാടി. ആ സമയത്ത് ഇവർക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി ഒരു ന്യൂസൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ഇന്ന പോലെ വർഗീയതയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സങ്കടമായി. ഏതായാലും ഇത്തരത്തിലുള്ള പ്രതികരണമാണ് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ കൊച്ചി. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ രക്ഷിതാവിന്റെ പ്രതികരണവും ആ കുട്ടിയുടെ പ്രതികരണമാണ് കണ്ടത്. ഇവർക്കിതിലെ അപകടം മനസ്സിലായിട്ടില്ല, എന്താണ് വിവാദമെന്നും മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. കുട്ടികളെ എന്തോ പീഡിപ്പിച്ചു അല്ലെങ്കിൽ കുട്ടികളെ കുഴപ്പത്തിലാക്കി എന്ന രൂപത്തിലാണ് അവരതിനെ കാണുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ഇളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ എന്ന് പറയുന്നത് RSS കാര്യാലയത്തോട് ചേർന്നിരിക്കുന്ന RSSന്റെ നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ഇതിനെ കാണുകയും ചെയ്യാൻ. ഇവിടെ പഠിക്കുന്ന രക്ഷിതാക്കളുടെ കാര്യമാണെങ്കിലും അവർ ഈ അനുഭാവം, ഈ രാഷ്ട്രീയ അനുഭാവം പുലർത്തുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ നിലപാട് തന്നെ അവർക്ക് അവർ മനസ്സിലാക്കിയിട്ടുമുണ്ട്, അവർ പറയുകയുള്ളൂ. ഏതായാലും ഇവിടെയുള്ള രക്ഷിതാക്കളുടെ പ്രതികരണമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. രക്ഷിതാക്കൾ കടുത്ത പ്രതിഷേധത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടിക്കെതിരെയും ഇത് വിവാദമാക്കിയതിനെതിരെയും. അവർ പറയുന്നത് ഇത്തരത്തിൽ കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി സുരേഷ് ഗോപിക്കൊപ്പം പോയതിന്റെ സന്തോഷത്തിലാണ് ഇന്നലെ ട്രെയിനിൽ കയറിയത്. ട്രെയിനിൽ കയറി നിമിഷങ്ങൾക്കുള്ളിൽ ഇത് വിവാദമായപ്പോൾ വലിയ ആഘാതം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടായി. കുട്ടികളെല്ലാം കടുത്ത മനോവിഷമത്തിലാണ്. അവരുടെ റെയിൽവേ ഇത് പങ്കുവച്ചപ്പോൾ സന്തോഷകരമായി തന്നെയാണ് അവരത് എടുത്തത്. പോസിറ്റീവായി അത് പ്രചരിക്കുന്നുവെന്നേ കരുതിയുള്ളൂ. തൊട്ടടുത്ത മാത്രയിൽ അത് വാർത്തകളിലൂടെ വിവാദവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യം വന്നപ്പോൾ അത് നെഗറ്റീവായി കുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പരന്നത് വലിയ സങ്കടമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇവർ ആ രീതിയിലായി വൈകാരികമായി തന്നെയാണ് ഈ വിഷയത്തെ സ്കൂൾ അധികൃതരും സ്കൂളിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുടെ പാരന്റ്സും എടുത്തിരിക്കുന്നത്. സ്മൃതി, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.